ഹലോ ഗായ്സ്, ഹായ്. നമ്മളിത് ദൃശ്യം 3 കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം നടന്നു. അതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ദിവസം നമുക്ക് നല്ലൊരു സർപ്രൈസ് കിട്ടി. അത് ജിത്തു ജോസിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമായി. കാര്യം ഈ ഒരു പടം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു ഇമോഷനിലൂടെ കടന്നു പോകുന്നത്, അല്ലാതെ നമ്മൾ അങ്ങനെ സംഭവം അതല്ല. ഒരു ഇമോഷൻ രീതിയിൽ കടന്നു പോയിട്ട് അവസാനം കൊണ്ടൊരു കത്തിക്കൽ. അതാണ് ജിത്തു ജോസഫ് പണ്ണൻ. ഫസ്റ്റ് ഹാഫ് ഒന്ന് ചെറിയൊരു ഡൗൺ അപ്പോൾ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കും, അയ്യോ പടം ഇങ്ങനെയാണ്. അതെ, സെക്കൻഡ് ഹാഫ് പക്ഷേ കൊണ്ട് കൊളുത്തിയിട്ടുണ്ട്. അതെ, അപ്പോൾ തന്നെ പടത്തിൻ്റെ റേഞ്ച് അങ്ങ് മാറും. എന്നാലും എന്താണ് ജിത്തു ജോസഫ് എന്നാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കും. കാര്യം ഇങ്ങനെ എല്ലാത്തിലും പറയുന്നത് വെച്ചാൽ പടം ഓടത്തില്ല, അയ്യോ ഇത് അത് സാധാരണ പടം എന്നൊക്കെ പറഞ്ഞങ്ങ് വരും. പക്ഷേ അവർ കൊടുത്ത് സംഭവം അതിനകത്ത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ എന്താണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാലേട്ടൻ ആക്ടിങ്, അത് പിന്നെ ഇത് ഗോഡ് ഓഫ് ഗ്രേസ്, അയാൾ പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ അഭിനയിക്കണം ഇതുവരെ മനസ്സിലാക്കി തരുന്നുണ്ട്. അയാളൊന്നും പറയേണ്ട കാര്യമില്ല. ലാലേട്ടൻ്റെ അഭിനയത്തെ കുറിച്ച് കഥയുടെ എന്താണ് ഹൈലൈറ്റ് എന്നുള്ള കഥയാണ്. കഥ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡ് കണ്ട പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് അവരുടെ രീതിയിൽ എടുത്തതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ മാത്രം നമ്മൾ കുറച്ച് മൊമെന്റ്സ് അത്രേ ഉള്ളൂ. പക്ഷേ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നമ്മൾ വിചാരിക്കും മൊബൈലിൽ വരെ OTT ഒന്ന് കാണാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. തിയേറ്റർ നമുക്ക്, അതായത് നമ്മൾ ജിത്തു ജോസഫ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയിലും ഹൈപ്പിലൊന്നും പോകരുത്. പക്ഷേ അങ്ങനെയല്ല, സംഭവം ഇറുക്ക് അതിനകത്തുണ്ട് കാര്യങ്ങളല്ല. ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ജിത്തു ജോസഫ്. എന്തായാലും ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ്. അപ്പൊ എല്ലാരും പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ ഒരു കാര്യമുണ്ട്, ജിത്തു ജോസഫ് എങ്ങനെ ഇത് എടുക്കുന്നതാണ്, കഥ എങ്ങനെ ഉണ്ടാക്കുന്നത്. അതായത് ഇതിൽ ആരും വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം വെച്ചാൽ ഈ 1, 2, 3 ഈ 3 പറയുന്നത് വലിയ കേട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉള്ള കഥയെ തന്നെ ഇയാളെല്ലാം ചെയ്യുന്നത്. പക്ഷെ അതിനാണ് ഈ ജിത്തു ജോസഫ് എന്നുള്ള ഒരു മെജീഷ്യന്റെ സംഭവം നടക്കുന്നത്. അതായത് ഒരു എഴുത്തുകാരനും ഒരു ഡയറക്ടറും എന്ന് ബ്രില്യൻസ് ആയിട്ട് തന്നെ ഈ പടത്തിനെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണല്ലേ ഇതിന്റെ ഹൈലൈറ്റ്. പിന്നെ തീർച്ചയായിട്ടും പറയേണ്ട ഒരു സംഭവമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് പണി. കാര്യം അനിൽ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം തന്നെയാണ് വന്നിട്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഈ തേർഡിൽ നന്നായിട്ട് നമുക്കത് ഇമ്പാക്ട് അത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് നല്ല കണക്ട് ആവുന്ന ഒരു പടത്തിൽ. ഒരു പടത്തിന്റെ വേണ്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമല്ലോ. അത് അനിൽ ജോൺസൺ നന്നായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ കാര്യങ്ങളെ ക്യാരി ചെയ്യുന്ന സമയത്തും അധികം കൊടുക്കുന്ന എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്. ഒന്നും പറയില്ല. ഹാറ്റ്സ് ഓഫ് അനിൽ ജോൺസൺ. അപ്പോൾ നമുക്ക് എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല അടിപൊളി പടമാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. രോമാഞ്ചം മാറിയിട്ടില്ല.